ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ സിറ്റിംഗ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ലോ റെസ്റ്റിലല്ലേ ബേബി? റെസ്റ്റിലല്ലേ, അപ്പോൾ അതുകൊണ്ട് സിറ്റിംഗ് ആയിരുന്നു ചെയ്യാന്ന് വിചാരിച്ചു. ശരിയാണല്ലോ, അല്ലെങ്കിൽ ഓടി നടന്നിട്ടല്ലേ ചെയ്യാല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമന്റ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു റീപ്ലേ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ റീസെന്റ് ആയിട്ട് ഇട്ട വീഡിയോ, ലാസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ ഇല്ലേ, അതിലായിരുന്നു കുറേ കമന്റ്സുകൾ അല്ലേ. അപ്പൊ അതിനുള്ള റീപ്ലേ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കണ്ടിട്ട് മാത്രം അടുത്ത കമന്റ് ഇടുക. എന്നിട്ട് വീഡിയോ എങ്ങനെയെന്നൊക്കെ കമന്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പൊ എന്തായാലും തുടങ്ങിക്കോ. ഫസ്റ്റ് ഞാൻ തുടങ്ങാം അല്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ മറ്റേ ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ഫുള്ളായിട്ട് ആരും കാണാണ്ടാണ് മെയിനായിട്ട് കമന്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് ബുദ്ധി ഉണ്ടാവും മാത്രം കണ്ടിട്ട് ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കണം. എല്ലാവരും അല്ല, ചില ആൾക്കാർ കേട്ടാ. ചില ആൾക്കാരൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് കമന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ചില കുറണം നമുക്ക് അതെ ഓരോ ടോണുകളും മാറ്റം ഉണ്ടാവല്ലോ. ഓരോരുത്തർ പറയുന്നത് സെയിം കാര്യമാണെങ്കിലും നല്ല രീതിയിൽ പറയുന്നതുണ്ട്, നമ്മളെ ഒരു ഇതാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് ആണ് കേട്ടോ. അതായത് എന്താണ്, അഷ്കർ റംഷി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി ട്രെൻഡിങ് ഡാൻസ് കളിക്കുമൊത്തേ ബ്ലീഡിങ് കുറയാൻ സഹായിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇനി എന്ത് ട്രെൻഡിങ് വന്നാലും ഞാൻ കളിക്കില്ലേ. അതെ, ഫസ്റ്റ് തന്നെ ഒരു ഇത് മനസ്സിലാക്കുക, ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൽ കറക്റ്റായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ബ്ലീഡിങ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിങ്കുവിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് വായിച്ച് ബ്ലീഡിങ് വന്നിട്ടാണ് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെയല്ല, ഇത് യൂട്രസ് ഓപ്പൺ ആവണതിന്റെ ആയിരിക്കും, ഡോക്ടർ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് കാണും, ചില ആൾക്കാർക്ക് അത് കാണില്ല. പിന്നെ ഫസ്റ്റത്തെ ഡെലിവറിക്ക് അതൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഡെലിവറിക്ക് ആ ഒരു ചെറിയൊരു ബ്ലീഡിംഗ് ആണ്, വലുതായിട്ടുള്ള ബ്ലീഡിംഗ് ഒന്നും അല്ല. അതെ, പിന്നെ അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രോബ്ലവും കാര്യങ്ങളും ഇല്ല. അഥവാ എന്തെങ്കിലും ആവശ്യക്ക് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ അവർ കൺസൾട്ട് ചെയ്യുന്ന ടൈമിൽ അവർ ഓൾറെഡി പറയും റെസ്റ്റിൽ ഇരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഇന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവർ ഓൾറെഡി പറയും. ഭാവിച്ചിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഞാൻ മുന്നത്തെ വെച്ചിട്ട് ഇപ്പൊ എല്ലാം കൊണ്ട് എല്ലാം കുറവാണ്. കളിക്കണം, ഡാൻസ് കളിക്കണം, കാര്യങ്ങളൊക്കെ കുറവാണ്. അഥവാ കളിക്കുകയാണെങ്കിലും കൂടെ ഇപ്പൊ എല്ലാരും ഒന്ന് മനസ്സിലാക്കുക, എന്റെ വയറിലാണ് ഈ കുട്ടിയുള്ളത്. അപ്പൊ അത് എങ്ങനെ കളിക്കണം എന്താണെന്നുള്ളത് എനിക്ക് നല്ലപോലെ ബോധമുണ്ട്. ആ ഒരു ബോധം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള കമന്റ് ആണ് എന്താണ്, എമീമ രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടം കുറയ്ക്കുക അപ്പൊ ഓക്കെ ആവും. അതാണ് ഇത്. ആ വീഡിയോന്റെ താഴത്ത് മറ്റേ ഇത് ഇങ്ങനെ പോയാൽ മതി, താഴത്തേക്ക് ഇതിലില്ലേ, ഇതില് വന്നിട്ട് പ്രഗ്നന്റ് ആയാൽ ഡാൻസ് കളി കുറച്ച് ഓവറാണ്, കാണുന്ന എനിക്കാണ് പേടി, ഇതൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ട ടൈമാണല്ലോ, കഴിഞ്ഞും കളിക്കാലോ, കിട്ടിയ കുഞ്ഞിനെ അത്രയ്ക്കും ശ്രദ്ധിച്ച് വേണം നോക്കാൻ, കിട്ടാത്തവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷെ ഇത് ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് കളിച്ചത് കൊണ്ട് ബ്ലീഡിങ് ആയതല്ല ഗൈസ്. അതെ, അപ്പൊ അത് ഒന്നും കൂടി, അത് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യും. നല്ല നല്ല കമന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഇട്ട സമയത്ത് പിന്നെയും ബ്രീച്ച് പൊസിഷനായി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഓരോരുത്തർ ഓരോ സജഷൻ പറയണ്ട, അവർക്ക് അവരുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത പോലെ സംഭവങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ കമന്റ്സും വായിക്കാം, എന്നിട്ട് എല്ലാത്തിനും കൂടെ ഒരു റിപ്ലൈ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും സെയിം ആണ്. ഞങ്ങൾ ഈ ഒരു കമന്റ് റിയാക്ഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്താ പറയാ, ഓരോരുത്തരും മേലേക്ക് കമന്റ് ഇതേ സെയിം ഇട്ട്, അതായത് ഒരാൾ ഇട്ട് പറഞ്ഞാൽ പിന്നെയും വേറെ ആൾക്കാർ അതന്നെ പിന്തുടരും. ഒരുപാട് നമ്മൾ ഇറിറ്റേഷൻ ആക്കണ പോലെ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് സെബ്രീന തുള്ളി കളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. പിന്നെ നല്ല ആട് ബേബി, ഇത് തമിഴാണ് തോന്നുന്നു കേട്ടാ. നല്ല ആട് ബേബി ഇറുക്കറ കൂടെ തെറിയാമ ആടുക, അത് തമിഴ്. അത് അവര് എന്ത് രീതിയിൽ പറയുന്നത് നമുക്ക് അറിയില്ല. പിന്നെ എന്താണ്, കുറച്ചുകൂടെ ഡാൻസ് കളിക്കുക, എത്ര കമൻസ് ഉണ്ടായിരുന്നു, ടേക്ക് കെയർ എന്നൊക്കെയാണ്. ശരിയാണ്, ഞങ്ങൾ ഇട്ടപ്പോൾ മുതൽ ടേക്ക് കെയർ എന്നൊക്കെ കുറേ കമൻസ് ഉണ്ടാവും, നല്ല തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എന്താണ് വീഡിയോ ഇടുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് എന്താണ് നമ്മളതിൽ പറയുന്നത് കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക. എന്താണ്, പിന്നെ കുറേ പേര് ഡെലിവറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത്, അതിനൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ എന്താണ്, അരുന്ധതി ഡാൻസ് കളി കൂടിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ ഓർത്ത് നിർത്തു ഡാൻസൊക്കെ, ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ മതി ചേച്ചി. അടുത്തത് ഫാത്തിമ, ഇതൊരു കമൻസ് ഉണ്ട് കേട്ടോ. ഇതിനുള്ള എന്തായാലും ഞാൻ റിപ്ലൈ തരും. ഫാത്തിമ പേര് ഓർമ്മ വെച്ചോ. എന്ത് വാവച്ചി, ഇപ്പം അമ്മച്ചിയായി, തള്ളച്ചി, ഇനി കുഞ്ഞുങ്ങളെ വാവച്ചി എന്ന് വിളിക്കൂ, രണ്ടാമതൊരു കുഞ്ഞ് ഇപ്പൊ വരും, ഇനി അവരാണ് വാവച്ചികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്സ്. ഫാത്തിമ ഒരു ഗേൾ ആയിരിക്കാം, ചിലപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ ആരും പറയാൻ പറ്റില്ല, ബോയ് ആയിരിക്കും, ഗേൾ ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോ അമ്മയാണോ, ഇനിയിപ്പോ അമ്മയാവാൻ പോണ ഒരാളാണ്. അല്ല, ഞാൻ ഒരു ഇത് പറയട്ടെ. ഇപ്പൊ ഫാത്തിമ പറയുന്ന ആളുടെ വീട്ടിൽ ഫാത്തിമ എന്നൊരു ഏജ് വരെ വിളിക്കാതെ കഴിഞ്ഞിട്ട് ഫാത്തിമച്ചി എന്ന് വിളിക്കില്ലല്ലോ. പേരെന്താണ്, അതന്നെ തന്നെയാണല്ലോ വിളിക്കുക. അപ്പൊ ഞാൻ വാവച്ചിനെ
വാവച്ചിന്ന് വിളിക്കുന്നത് ജീവിതകാലം മുഴുക്കം അങ്ങനെ ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, അത് ഞങ്ങൾ തമ്മിലുള്ള ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വിളിക്കാനൊന്നുമില്ല, അപ്പൊ ഞങ്ങളത് പബ്ലിക്കായിട്ട് ഇതാക്കിയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് വിളിക്കും. പക്ഷെ അതിനിപ്പോ അല്ല, ഫാത്തിമേനെ വീട്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും വിളിക്കുന്നുണ്ടാവും, അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് ചെയ്യാൻ തോന്നുന്നു. തള്ളച്ചി എനിക്ക് കുഴപ്പമില്ല, ഞാൻ തള്ള തന്നെയാണ്. ഞാൻ ഇനിയിപ്പോ രണ്ടാമത്തെ ആളുടെ ഒരു അമ്മയാവാൻ പോവുകയാണ്, അതിൽ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ. പിന്നെ ഈ ഫാത്തിമ പറഞ്ഞ ആള് നീയും ആവും, നീയും തള്ളച്ചിയാവും. അപ്പൊ വീട്ടിൽ ഓരോന്നോരോന്നും മാറ്റി ഓരോ ചീച്ചി വിളിച്ചോളൂ, അപ്പൊ കുഴപ്പമില്ല. അപ്പോൾ ഫാത്തിമ അടുത്തത് കേട്ടാ, അത് എന്താണ് പാട്ടുപെട്ടി എന്നുകൊണ്ട് അത് തന്നെ തുള്ളിക്കളി കുറച്ച് കുറയ്ക്കണം, ബ്ലീഡിങ് ആവാതിരിക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ ഓവർ സ്മാർട്ടാണ്. ഞങ്ങൾ എവിടെ ഓവർ സ്മാർട്ട് കളിച്ചിട്ടില്ല. ഞങ്ങൾ ചിങ്ക്രൂവിൻ്റെ ടൈം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ആ ഡോക്ടറെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ കാരണം തന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടാണ്. ഡാൻസ് കളിക്കുന്നത് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ ഇവിടെ അതൊന്നും എന്താ പറയുക, അത് കളിക്കുമ്പോൾ ഒരു പേടിയാണ്. ആ ആൾക്ക് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാം. പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കണ്ട. ഈ എന്താ പറയാ, നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കളിക്കുമ്പോൾ അതെന്തിനാ നിങ്ങൾ. പിന്നെ ചിലവർ ഞങ്ങളുടെ അടുത്ത് പുറത്തുനിന്ന് കാണുമ്പോൾ പറയാറുണ്ട് ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്കേ കാണുമ്പോൾ പേടിയാണ്. അതൊക്കെ പോസിറ്റീവായിട്ട് ഞങ്ങൾ എടുക്കുന്നു. കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് അത് കാണുമ്പോൾ പേടി തോന്നാം, ശരിയാണ്. പക്ഷെ അത് കുഴപ്പമില്ലാത്തത് കൊണ്ടാണ്. ഇനി അടുത്തത് രഹന ക്യാഷിന് വേണ്ടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വെച്ച് കളിക്കല്ലേ, കുഞ്ഞ് പുറത്ത് വന്നോട്ടെ, പിന്നെ ഇഷ്ടം പോലെ ഡാൻസ് കളിക്കാമല്ലോ എന്ന്. ഇതുപോലുള്ള കമൻറ്റ് തന്നെയാണ്. പിന്നെ അമ്മു ആട്ടം കുറച്ചാൽ മതി. അടുത്തത് ബ്ലീഡിങ് ആയെങ്കിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ യൂട്യൂബ് വീഡിയോ ഇട്ടത് കൊണ്ട് എന്ത് കാര്യം. ഇവരൊക്കെ ഏതാ എൻ്റെ ഫോണിൽ ഇവരുടെ വീഡിയോ ഒക്കെ എവിടെ നിന്ന് വരുന്നു. ആരും തിരിച്ച് കമൻറ്റ് ഇടേണ്ട കാര്യമില്ല, ബ്ലോക്കാക്കി പോകുന്നു, ബ്ലീഡിങ് ആണ് പോലും കഷ്ടം. ഇത് ഈ തമ്പനിയിലില്ലേ, ബ്ലീഡിങ് ആയി എന്നുള്ള തമ്പനിയിൽ കണ്ടിട്ട് വേഗം വന്നുകൊണ്ട് കമന്റ് ഇട്ടിട്ട് പോയതാണ് കാർത്തു ചേച്ചിക്ക് വേറെ എന്തോ തിരക്കുണ്ടായിരുന്നു, പെട്ടെന്ന് ഓടിയാണ്. ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയിരിക്കും. അതല്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വീഡിയോ ഒന്നിൽ ഫുള്ളായി കാണുക, അല്ലെങ്കിൽ കമന്റ് ഇടാതിരിക്കുക. ഞാൻ പിന്നെ എനിക്ക് ഒഴിവുള്ളപ്പോൾ കാണുന്നതുകൊണ്ട് മാറ്റി വയ്ക്കുക. അടുത്ത് ധന്യ എസ് എന്തോ കണ്ടിട്ടാ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ ചേച്ചി കളിക്കുന്നത് നിങ്ങളും കൂടെ ചേർന്നല്ലേ കളിക്കുന്നത്. ഈ സമയത്ത് കളിക്കാം, പക്ഷെ ഒരുപാട് കളിക്കാൻ പാടില്ല. അതിൻ്റെ വിനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ ഏട്ടാ, നിങ്ങൾ ആ ചേച്ചിയെ നോക്കുന്നത് നിങ്ങളുടെ കടമയാണ്. പക്ഷേ ഇതിൽ പൈസ കിട്ടും ഇല്ല എന്ന് പറയുന്നില്ല. അതിനെക്കാട്ടിലും നമ്മൾക്ക് സ്വത്ത് എന്ന് പറയുന്ന കുട്ടികൾ തന്നെയാണ്. അതിന് നല്ലതുപോലെ നോക്കണേ. എത്ര പേർ കുട്ടികളില്ലാതെ നടക്കുന്ന ഒരു അമ്പലങ്ങളിലും പൈസ ചിലവാക്കിയെല്ലാം, പക്ഷേ അവർക്കൊന്നും കിട്ടുന്നില്ല. ദൈവം നമുക്ക് തരുമ്പോൾ അതിനൊരു വിലയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, നല്ലതിന് വേണ്ടി മാത്രം. അത് നല്ല രീതിക്കുള്ള കമന്റ് ആണ്. എന്നാൽ കൂടി പറയാം, കുറച്ചൊരു ഇതും കൂടി ഉണ്ട്. ശ്രദ്ധിക്കാത്തതിന്റെ ഒരു ഇതൊക്കെയാണ് ആ ഒരു ഇതില്. ഗൈസ് ഇപ്പോഴും പറയാ, ഇപ്പൊ പ്രഗ്നന്റ് ഒക്കെ ആയിട്ടില്ല, ഓരോരുത്തർ ജിമ്മിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജിം എടുക്കുന്ന ഒരു റേസിങ് ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നൊരു പ്രശ്നമല്ല. ഉള്ളിലുള്ള ഒരാൾ ഒരു അറന്റെ ഉള്ളിൽ സേഫാണ്, അവർക്കൊന്നും ആവില്ല. ഇപ്പൊ അഥവാ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇല്ല, എന്നാ പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ തന്നെ കൺസൾട്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യാവുന്നല്ലോ. ഡോക്ടേഴ്സ് എന്തിനാണ്, അവര് എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ അഥവാ എന്തെങ്കിലും ആയാൽ കൂടെ അവരുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് അജിൻ എബ്രഹാം കുറച്ചുകൂടെ ഡാൻസ് കളിക്കുക, അപ്പോൾ പെട്ടെന്ന് പ്രസവിക്കുന്നു. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. പിന്നെ എമിൻ അത് അപ്പോഴിട്ട് തന്നെയാണ് ആട്ടം കുറക്കി. പിന്നെ അടുത്ത കിട്ട കേസ് ഇതന്നെ ഈ ഡാൻസിനെ ചൊല്ലിയിട്ട് തന്നെയാണ്. വർഷ വിപിൻ കുറച്ചുകൂടെ ഡാൻസ് കളിക്ക്, എന്തൊരു ചാട്ടമായിരുന്നു. ഈ ടൈമിൽ ഒട്ടും സൂക്ഷിക്കാതെ ഫുൾ ഡാൻസ് അല്ലായിരുന്നോ, കുറച്ചുകൂടി സൂക്ഷിച്ച് പയ്യെ ഡാൻസ് കളിക്കണം. ഇത് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നാ. ഗയ്സ് ബേബിക്ക് വായിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കണം, കാരണം കമന്റ് ഇട്ടവര് നേരെ ഇടാത്തതുകൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാവണില്ല, ടൈപ്പ് ചെയ്തിട്ട് ഇടാത്തതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ കിട്ടാത്തത്. അതെ. പിന്നെ അടുത്ത കേസ് വാവച്ചി തള്ള മാറിയുണ്ട്, അതിൽ വാവച്ചി തള്ള സിദ്ദീഖ് ഷമി എന്ന് പറഞ്ഞിട്ടാ, നിങ്ങളുടെ വാവച്ചി തള്ള മാതിരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിച്ചിട്ടൊരു കമന്റ്. എന്റെ സിദ്ദീഖ് ഷമിയെ നീ ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല, അതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കണോ. ഇത് വാവച്ച് തള്ളമാതിരി ഉണ്ടോ തന്തമാതിരി ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ല, ഞാൻ തള്ള വിളിക്കാറുണ്ട്. അതെന്താണ്, ഒരു അമ്മയായതുകൊണ്ട് അത് ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലുള്ള തള്ളമാരെ നോക്കിയാൽ പോരെ. ഇനി എമിൻ യാഷ് എന്നുണ്ട്, വീഡിയോ കണ്ടന്റിന് വേണ്ടി എന്തും കളിക്കാവോ, അതും ഈ ടൈമിൽ അടങ്ങി നിൽക്കണ്ടേ. അതൊക്കെ ഡാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ. അമ്മാളു ഡാൻസ് കുറച്ച് കെയർ ചെയ്യുമോളെ. അതൊക്കെ നോർമലി നമ്മൾ പോസിറ്റീവായിട്ട് വരുന്ന കമന്റ് ആയിരിക്കാം. വേറൊരു കമന്റ് ഇത് ഞാൻ ഇപ്പോഴാണ് കാരണം എന്താണ്, ചിഞ്ചു സുരേഷ് നേരിട്ടു കണ്ടു ഇവരെ ജാഡ ടീംസ്.
ഞങ്ങളെന്ത് ആരിനെ കണ്ട് എവിടെ കണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്തും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ വലിയ ആൾക്കാർ കൊണ്ട് ഞങ്ങൾ നടക്കാറൊന്നുമില്ല അല്ലോ. അത് ചിലവരില്ല കൈസ കാണുന്ന സമയത്ത് ഞങ്ങളെന്നല്ല ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവരെ തീരുമാനിക്കുക അവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ എന്ത് പറയും പിടിക്കുന്നുള്ള രീതിയിൽ അവരെന്നെ അവിടെ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പോകും. അങ്ങനെയുള്ളവരായിരിക്കും ഇത്. എപ്പോഴും ഡാൻസാണ് വലുത്, കൊച്ചിനെക്കാട്ടിലും ഡാൻസും പൈസയാണ് വലുത്. ഇപ്പോഴും പറയാം, വാവച്ചിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പം അതിനുള്ള ബുദ്ധിമുട്ട് വാവച്ചിക്കില്ല. അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. എന്താണ് മഞ്ജിമ മോഹൻ, തുള്ളാട്ടം കുറയ്ക്ക് സാധനങ്ങളെന്ന്, പിന്നെ ഡാൻസ് കുറച്ച് കുറയ്ക്ക്. ഡാൻസ് പ്രഗ്നൻസി നല്ലതാണ്, ബട്ട് ഓവറായി ഡാൻസ് ചെയ്യല്ലേ സിസ്. അതൊക്കെ നോർമലി നമ്മൾ പോസിറ്റീവായിട്ട് വരുന്ന കേട്ടോ. അടുത്തത് സ്മാൾ ബോസ്, ഡാൻസ് ഒരു കണ്ടന്റ്, ബ്ലീഡിങ് മറ്റൊരു കണ്ടന്റ്. ഇവൻ കുറേ ഉണ്ടാക്കും, നീ ഉണ്ടാക്കി കുറേ, നീ പോടാ. ഇതാണെന്നെ തോന്നുന്നു, ആളുടെ ഒരു പ്രൊഫൈലാണ് സ്മാൾ ബോസ് എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പറയാം, ഞങ്ങൾക്ക് കണ്ടന്റ് പ്രഗ്നൻസി ടൈമിൽ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവരെ വീഡിയോസേ ഇട്ടിട്ടില്ല. പ്രഗ്നൻസിന് ഇഷ്ടം പോലെ ഇടായിരുന്നു. ഞങ്ങൾ പ്രഗ്നൻസിന് ഷോർട്സ് അടക്കം പ്രഗ്നൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറവാണ്. അപ്പം അതിന് മാത്രമൊന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അഥവാ ഇടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലാണ്, ഞങ്ങളുടെ ഫേസ് വെച്ച് ഞങ്ങൾ ഇടുന്നു. ഞങ്ങൾ അതിനിപ്പോൾ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കണം. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ കുറഞ്ഞുണ്ടോ അതിനുവേണ്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ എന്താ ഉപേക്ഷിക്കും. അതൊരു നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഡ്രീം പ്ലാന്റ് വന്നിട്ട് എന്തിനാണാവോ ഇല്ലേ വാവേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ അത്രയ്ക്ക് സ്നേഹം കൊണ്ടോ മറ്റുള്ളവർ കാണാനും കേൾക്കാനും വേണ്ടി ഒന്ന് കമന്റ് ഇടുമ്പോൾ നേരെ ഇടാപ്പാ. അതല്ലടാ, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ തമ്മിൽ സ്നേഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിന് സ്നേഹം, വഴക്കിന് വഴക്ക് എല്ലാം ഉണ്ടാവാറുണ്ട്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഞങ്ങൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല വാവേ ഒന്നുമില്ല. ഞാനിപ്പോൾ എന്ത് നോർമൽ ഞങ്ങൾ ഡെയിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ല വാവേ പറയും. അതെ, അതിന് വേറെ തെറിയായിരിക്കും പറയണ്ടാവുക. അപ്പൊ അതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് അമീല ഇഷ്യൂ എന്നു പറഞ്ഞിട്ട്, സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ. അത് നമ്മൾക്ക് കമന്റ് ഇടുന്നവര് കുറെ നമ്മളെ തമ്മിൽ സ്നേഹം ഉണ്ടാവട്ടെ ഇല്ലാതായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ വരാൻ പോണോ, അതൊക്കെ ഞങ്ങൾ തമ്മിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതെ, അല്ല കുറെ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇടുന്ന സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അതിന് റീപ്ലൈ കൊടുക്കും. അത് നമുക്കൊരു ഹാപ്പിയാണ്. കാരണം അത്രയും പേര് നമ്മൾ സ്നേഹിക്കണ്ടല്ലോ. ഫുള്ളും ഈ ആട്ടത്തിന്റെ മാത്രമാണ്. എനിക്ക് തോന്നുന്നില്ലേ വീഡിയോ ആരും കണ്ടിട്ടില്ല സംഭവം. തമ്മിനയില് മാത്രം കണ്ടിട്ട് അവര് നമ്മളെ വിലയിരുത്തിയിരിക്കുന്നു. സത്യം ഗൈസ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇത്രയും കമന്റ്സുകൾ എന്താണ് ബേബി വായിച്ചെന്നില്ലേ, അതിൽ ഞങ്ങൾക്ക് ടോട്ടലായിട്ട് പറയാനുള്ളത് ഇപ്പോഴും പറയാം, എനിക്ക് ബ്ലീഡിങ് ആയി ഇല്ല എന്ന് പറയുന്നില്ല അല്ലേ. അത് ചെറുതായിട്ടായി. മറ്റേ ചിങ്ങുടുവിന്റെ ആ ടൈമിലുള്ള ഡെലിവറിക്കുള്ള ബ്ലീഡിങ് അല്ല, അടിയിൽ എന്താ പറയാ ബേബി, യൂട്രസ് ഓപ്പൺ ആവണതിന്റെ അതുപോലെ അതല്ലാണ്ട് വരാറുണ്ട്. അത് നോർമലാണ്, അതൊന്നും വലിയ കാര്യമായിട്ടുള്ളതല്ല. കാരണം ഞങ്ങളത് വന്ന ആ ടൈമിൽ തന്നെ ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട്. വന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഫോട്ടോയിൽ എന്താണ് അറിയാന്നുള്ളത്, അത് കറക്റ്റ് അവർക്ക് അറിയാം. അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അയച്ചു കൊടുത്തപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു ബേബി പറ. ഡോക്ടർ അപ്പൊ തന്നെ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല, ഒരാഴ്ച ആവശ്യത്തിനടുത്ത് സ്ട്രെയിൻ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് സ്ട്രെയിൻ ചെയ്യേണ്ട ഡാൻസ് കളിക്കുന്ന അങ്ങനെയല്ല. ചെയ്യണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുട്ടിന്റെ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ടൈം കുറച്ച് ഓവർ നേരത്തെ ആവും അല്ലേ. അപ്പൊ ആ ഒരു നേരത്തെ ആവണ്ട, പതുക്കെ പ്രസവിച്ചാൽ മതി എന്നുള്ളൊരു ബേസിൽ വെയിറ്റ് ചെയ്യാം. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർക്ക് ഞങ്ങളുടെ ഫുള്ളായിട്ട് എല്ലാ കാര്യം അറിയാം. നമ്മൾ നോർമലി ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന പോലെയല്ല, ഇവിടെ കുറ്റം പറയല്ല, ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന പോലെ നമ്മൾ പോയി നമ്മുടെ കാര്യം നോക്കിയോ അങ്ങനെ വരില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെ പോകണം, എന്ത് ഫുഡ് കഴിക്കണം എല്ലാം അന്വേഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിങ്കിടുവിന് ഉറക്കമില്ലാത്ത കാര്യങ്ങൾ ഫുള്ള് ഡോക്ടർക്ക് അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പത്തെ പ്രാവശ്യം പോകുന്ന സമയത്ത് ആവശ്യം നന്നായിട്ട് ടയർഡ് ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉറങ്ങിയിട്ട് പോയിക്കൊന്നും ഡോക്ടർ പറഞ്ഞിട്ടാ. അപ്പോൾ ആ ഒരു ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് സ്ട്രെയിൻ എടുക്കണമെന്ന് പറഞ്ഞത് അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഡോക്ടർ, കാരണം ഉറക്കമില്ലായ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യേണ്ട, കാരണം ഉറക്കമില്ലായ്മ ഇതൊക്കെ വന്നതിന് നമുക്ക് ബോഡി ഓവർ മറ്റെന്താണ് താങ്ങാൻ പറ്റാനാവുന്ന സമയത്ത് ബ്ലീഡിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവാൻ ചാൻസും കൂടുതലാണെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് എന്താ പറയുക ഡാൻസ് കളിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് ഒന്നും അങ്ങനെയൊന്നും അല്ല.
അത് നോർമലാണ്. ഡോക്ടർ അപ്പൊ തന്നെ പറഞ്ഞു നോർമലാണ്. സമയത്ത് റെസ്റ്റ് പറയണ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമേ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബെഡിൽ നിന്ന് പോലും ഇറങ്ങാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അത് അവർ ചെയ്യണു, അവരതുപോലെ സൂപ്പറായി പ്രസവിക്കണം, അതിലൊന്നും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഒന്നുമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തുള്ളും, എന്ത് പണി ചെയ്യും. അതൊന്നും ഈ ബാഡ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ എനിക്ക് കൂടുതൽ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടി തിരിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞത്. പിന്നെ എക്സസൈസും കാര്യങ്ങളും അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ ഇപ്പം എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇപ്രാവശ്യം എനിക്ക് കൂടുതലും കുട്ടി തിരിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതിനു വേണ്ടി മാത്രമേ റെസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് റെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഈ കുട്ടി തിരിയാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ പറഞ്ഞു തരും. അതായത് എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ എക്സസൈസിന് ഒരു ഫലം കിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇത് ചെയ്യാൻ. നമ്മളിപ്പോൾ നോർമൽ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തതിന് ഇതിനുള്ള ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് മാത്രം ചെയ്യാൻ. പിന്നെ അതുപോലെ ഞങ്ങൾ എപ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴും ഞങ്ങൾ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. എനിക്ക് ടഫുള്ള സ്റ്റെപ്പുകൾ വരുന്ന സമയത്ത് എനിക്ക് കളിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ, കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ല, ഞങ്ങൾ ഓൾറെഡി എടുക്കുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ട് ചില സ്റ്റെപ്പ് കളിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട വിടാ പറയും. വായിച്ചിക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ഞങ്ങൾ ഓവർ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യില്ല. മാക്സിമം ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇപ്രാവശ്യം എടുക്കാണ്ട് വിട്ടിട്ടുണ്ട് അല്ലേ, അതൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം കമന്റ് ചെയ്യല്ലേ. പിന്നെ അതുപോലെ ഇപ്പൊ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും വേവ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഷൂട്ടിൻ്റെ ടൈമിലൊക്കെ, വായിച്ച് ഓക്കെ ആണോ, കളിക്കാൻ പറ്റുകയാണെങ്കിൽ കളിച്ചാൽ മതി, ഇല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോന്ന് തന്നെ പറയുള്ളൂ. അതെന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ എങ്ങനെയാണെങ്കിലും ഈ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും എന്തായാലും വരും. അതെന്തായാലും ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ഡെലിവറി ഡേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1-2 ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ വായിച്ചിക്ക് ക്ഷീണം പോലെ തോന്നി, ഞാൻ വായിച്ചിട്ട് ചോദിക്കും കുറച്ച് വേണം റെസ്റ്റ് എടുത്തിട്ട് എടുക്കാൻ പറയും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോലും ഞാൻ മെയിൻ പറയണേ, എനിക്ക് ഡാൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കത് കളിക്കുമ്പോഴാണ് ഒന്ന് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് ഞാൻ ബേബിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശരി, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർ അപ്പം എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന സമയത്ത് മസിൽസ് ഒന്നും ഫ്രീ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാത്തത്. അവരപ്പോഴും ഡാൻസിന് എതിരല്ല പറയുന്നത്. എനിക്ക് എന്താ പറയാ, ഓരോവിടെ ചടഞ്ഞുകൂടി ഒതുങ്ങിയിരിക്കുക, അതുപോലെ ഇങ്ങനെ മെല്ലെ നടക്കുക, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടിയിട്ട് തന്നെ എനിക്ക് നടക്കാൻ പറ്റും. അതിനൊരു ബുദ്ധിമുട്ടില്ല. അതെ, അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലാണ്ട് ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് റെസ്റ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അത് നല്ല തന്നെയാണ്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ലാതെ ഏത് ടൈമും ഇങ്ങനെ കിടക്കയിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല പ്രഗ്നന്റ് ആയാലും. പിന്നെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ അവന്റെ ആ ഒരു രീതി അങ്ങനെയായിരിക്കും. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് മുതലേ അങ്ങനെ തന്നെയാണ്. അതൊരു തെറ്റൊന്നും അല്ല. നിങ്ങളുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും ബാഡ് കമന്റ്സ് വരുന്ന സമയത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അടുത്ത് വന്നപ്പോ എന്തൊക്കെയോ മറന്നുപോയി. അതെ. അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിന് താഴത്ത് കുറേ വരും. ഞങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിയാക്ട് ചെയ്തിടുന്നതാണ്. അപ്പോൾ എന്തായാലും കുറേ പേര് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വിചാരിച്ചത്, പക്ഷെ ഇത് കണ്ടിട്ട് വെറുതെ നമ്മൾ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വെക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ഫുള്ളായിട്ട് കാണില്ല. പിന്നെ അടുത്ത പിന്നെ അതിൽ വന്ന് കമന്റ് ചെയ്യാൻ ഡേറ്റ് എപ്പോഴാണ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ട് ഇടാം. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ബൈ.